നിമിഷപ്രിയയുടെ മോചനം അല്ലെങ്കിൽ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെയൊക്കെ വിശദാംശങ്ങൾ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഔദ്യോഗികമായിട്ട് ഇപ്പോൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് കാന്തപുരത്തിൻ്റെ ഓഫീസാണ്. കാരണം കാന്തപുരത്തിൻ്റെ ഇടപെടലുകൾ അവിടുത്തെ പണ്ഡിതന്മാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അവിടുത്തെ പണ്ഡിതന്മാർ, അവിടുത്തെ യമനിലെ ഭരണാധികാരികൾ, നയതന്ത്ര ഉദ്യോഗസ്ഥർ ഇവരെല്ലാം കൂടി തലാലിൻ്റെ കുടുംബവുമായിട്ട് നടത്തിയ ചർച്ചയിലാണ് ഇങ്ങനെ ഒരു വാർത്ത, നമുക്ക് സന്തോഷം നൽകുന്നൊരു വാർത്ത പുറത്തു വരാൻ കാരണം. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വാർത്ത തലാലിൻ്റെ സഹോദരൻ നിഷേധിച്ചിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു ചർച്ച ആരുമായിട്ടും നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ സേവ് ആക്ഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ടിട്ട് ആദ്യഘട്ടങ്ങളിലൊക്കെ പ്രവർത്തിച്ചിരുന്ന സാമുവൽ ജെറോമും ഈ വാർത്ത നിഷേധിക്കുന്നു. സാമുവൽ ജെറോം നിഷേധിക്കൽ മാത്രമല്ല, അതിന് ഒരു വെല്ലുവിളി കൂടി നടത്തിയിരിക്കുന്നു. നിങ്ങൾ ആരുമായിട്ടാണ് ചർച്ച നടത്തിയതെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന രീതിയിലുള്ള വെല്ലുവിളിയൊക്കെ ഈ പറഞ്ഞ കാന്തപുരത്തിനോടും ഈ പറഞ്ഞ ആക്ഷൻ കൗൺസിലിനോടും ഒക്കെ അദ്ദേഹം നടത്തുകയാണ്. ഈ സാമുവൽ ജെറോം ഇതിനകത്ത് നിന്ന് എന്താണ് അദ്ദേഹത്തിൻ്റെ ലാഭം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ലാഭം മാത്രം ലക്ഷ്യം വിട്ട് പ്രവർത്തിച്ച ഒരാളാണ് സാമുവൽ ജെറോം എന്ന് നമ്മൾ പറയേണ്ടി വരും. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നിമിഷപ്രിയയുടെ പേരിൽ സാമ്പത്തിക തിരിമറികൾ നടത്തി എന്നും അതിൻ്റെ പേരിൽ ഈ ആക്ഷൻ കൗൺസിലിൽ നിന്ന് സാമുവൽ ജെറോമിനെ പുറത്താക്കി എന്നുമാണ് നേരത്തെ സുഭാഷ് ചന്ദ്രൻ തന്നെ വ്യക്തമായ. 2024 മുതൽ ആക്ഷൻ കൗൺസിലുമായിട്ട് സാമുവൽ ജെറോമിന് യാതൊരു ബന്ധവുമില്ല. സാമുവൽ ജെറോം അനധികൃതമായിട്ട് പണപ്പിരിവ് നടത്തിയിരുന്നു. തലാലിൻ്റെ കുടുംബത്തിന് കൊടുക്കാൻ എന്ന് പറഞ്ഞിട്ട് ദില്ലി കേന്ദ്രീകരിച്ചുള്ള മലയാളികൾ ഇടപെട്ട് പണപ്പിരിവ് നടത്തിയിരുന്നു. പക്ഷേ ആ പണം ഒന്നും തലാലിൻ്റെ കുടുംബത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാണ് അന്ന് സുഭാഷ് ചന്ദ്രൻ തന്നെ വ്യക്തമാക്കിയിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സാമുവൽ ജെറോമിനെ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ്. ഒരു കാലഘട്ടത്തിൽ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരാൾ ഇങ്ങനെ ഒരു നല്ലൊരു വാർത്ത വരുമ്പോൾ അതിനെതിരെ വെല്ലുവിളി നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പൂർണ്ണമായിട്ടും ഇപ്പോൾ തലാലിൻ്റെ സഹോദരനോടൊപ്പമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. നിമിഷപ്രിയയുടെ മോചനത്തിൽ അദ്ദേഹത്തിന് താല്പര്യമില്ല, അല്ലെങ്കിൽ നിമിഷപ്രിയയുടെ മോചനം എൻ്റെ വഴി മാത്രമേ നടക്കാൻ പാടുള്ളൂ, സാമ്പത്തിക ഇടപാടുകൾ ഞാൻ വഴി മാത്രമേ നടക്കാൻ പാടുള്ളൂ എന്നൊരു ചിന്ത സാമുവൽ ജെറോമിനുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ളൊരു നീക്കം കാന്തപുരത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി. ഒരു ശുഭകരമായ ഒരു വാർത്ത വന്ന സാഹചര്യത്തിൽ പോലും എങ്ങനെ നടത്തി, ആര് വഴി നടത്തി എന്ന് നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ എന്ന വെല്ലുവിളി അദ്ദേഹം നടത്തുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.